വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ വിഷമിച്ച് എന്തൊക്കെ ആലോചിച്ച് റൂമിൽ വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് ശാലിനി റൂമിലേക്ക് വരുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് എന്തോ വിഷമമുള്ളതുപോലെ എന്ന് ശാലിനിക്ക് തോന്നുകയാണ്. എന്താ രാവിലെ തൊട്ട് ഒരു മൂഡ് ഓഫ് ആണല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ് വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിനെ പിടിച്ചു നിർത്തിയിട്ട് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, പുറത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ, നമ്മൾ തമ്മിൽ എന്താ ഒളിക്കാനുള്ളത് പറയുമെന്ന് ശാലിനി നിർബന്ധിക്കുന്നു. അവസാനം വിഷ്ണു കാര്യം ശാലിനിയോട് പറയുകയാണ്. ഇന്നലെ വിഷ്ണു പ്രീതിയെ കാണാനായിട്ട് പ്രീതിയുടെ വീട്ടിലേക്ക് പോയിരുന്നല്ലോ, ആ സംഭവങ്ങൾ വിഷ്ണു ശാലിനിയോട് പറയുകയാണ്. അന്നേരം പ്രീതി വന്ന് വാതിൽ തുറന്ന ശേഷം വിഷ്ണുവിനോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് എന്താ വിശേഷിച്ചെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ചിത്ര എന്ന് പ്രീതി വിളിക്കുന്നുണ്ട്. എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. തുടർന്ന് ചിത്ര വരികയാണ്. എന്താ പ്രീതി എന്നും പറഞ്ഞു. അന്നേരം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം അപരിചിതനെ പോലെ വിഷ്ണുവിനെ കാണുന്നത് കണ്ടിട്ട് വിഷ്ണുവിനെ ആകെ അങ്ങ് സഹിക്കുന്നില്ല, പ്രീതിയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. തുടർന്ന് ചിത്ര അങ്ങ് ചായ എടുക്കാനായിട്ട് പോകുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് പ്രീതിയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചിത്ര ചായയുമായിട്ട് വരുന്നുണ്ട്. തുടർന്ന് ആ ചായ വാങ്ങി പ്രീതി വിഷ്ണുവിന് കൊടുക്കുകയാണ്. തുടർന്ന് ചിത്ര നിൽക്കുന്നത് കാണണം. വിഷ്ണുവിന് അങ്ങോട്ട് പ്രീതിയോട് സംസാരിക്കാനും കഴിയുന്നില്ല. അന്നേരം ചിത്രയൊന്ന് നോക്കിയിട്ട് പ്രീതി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ പറഞ്ഞോളൂ, ഇവരെ ഒളിച്ച് എനിക്കൊന്നും ചെയ്യാനും പറയാനും ഒരു കാര്യവുമില്ല എന്ന്. തുടർന്ന് വിഷ്ണു കാര്യങ്ങൾ പ്രീതിയോട് സംസാരിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴുണ്ടായ സംഭവങ്ങളിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം പ്രീതി പറയുകയാണ്, പിന്നെ വസുമതി അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ച കേസാണല്ലേ, അതിൽ പരാതിക്കാരി ഞാനല്ല, അമ്മയാണ്. അമ്മ വരുമ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഖേദം ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് പ്രീതി അങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം പ്രീതിയുടെ സംസാരത്തിൽ വിഷ്ണുവിന് ആകെ അങ്ങ് വിഷമമാകുന്നുണ്ട്. തുടർന്ന് രണ്ടാമത്തെ കേസ് അമ്മയുടെ കാര്യമാണെന്ന് പറയുകയാണ്. അന്നേരം ഏതമ്മ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കുഞ്ഞിനെ കൊന്ന ആ കേസല്ല, അതിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. വിഷ്ണുവേട്ടൻ്റെ ഭാര്യ എന്തൊക്കെ തെളിവ് ശേഖരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ശേഖരിച്ചു കൊണ്ട് വരട്ടെ, പോലീസ് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കട്ടെ എന്ന പ്രീതി ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആകെ അങ്ങ് പ്രീതിയോട് പൊട്ടിത്തെറിക്കുകയാണ്. നീ വീട് വിട്ടിറങ്ങിയപ്പോൾ നെഞ്ചു തകർന്ന് വീണതാണ് നമ്മുടെ അമ്മ, ആ നമ്മുടെ അമ്മയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ വരാൻ തയ്യാറായിരുന്നുവെങ്കിൽ, നിന്റെ ശബ്ദമൊന്ന് അമ്മ കേൾക്കാൻ തയ്യാറായി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആകെ അങ്ങ് ഉച്ചത്തിൽ വിഷ്ണു പ്രീതിയോട് സംസാരിക്കുകയാണ്. ഒരുവിധം നമ്മളെ അമ്മയെ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോഴാണ് പിന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെ അമ്മ കാണുന്നതും നീ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ നമ്മുടെ അമ്മയുടെ മേൽ ഉന്നയിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വീണ്ടും അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ പ്രീതി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. തുടർന്ന് പ്രീതിയെ പിടിച്ചു കുലുക്കിയിട്ട് എന്താ നിനക്കൊന്നും പറയാനില്ലേ, നീ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റി കളഞ്ഞിട്ട് ഞാൻ എന്ത് പറയാനാണ്, പറയാനുള്ളതെല്ലാം വിഷ്ണുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞ് വീണ്ടും എന്തോ ഉറച്ച തീരുമാനത്തോടു കൂടി പ്രീതി അങ്ങ് നിൽക്കുന്നുണ്ട്. അന്നേരം ആ പ്രീതിയുടെ സംസാരത്തിൽ ചിത്രയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിന്റെ മേലിൽ ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടോ, അല്ലാതെ എൻ്റെ പ്രീതി ഇങ്ങനെയൊന്നും പറയുകയുമില്ല പ്രവർത്തിക്കുകയില്ല എന്നും പറഞ്ഞ് വിഷ്ണു ആകെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. എൻ്റെ മേലിൽ ആരുടെയും സമ്മർദ്ദമൊന്നുമില്ല, പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു ആശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ പിറക്കാതെ പോയ കുഞ്ഞ് അതിപ്പോൾ എവിടെയാണ്, ആ ഒരു വിളി കേൾക്കാനായിട്ട് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നെന്നോ. ആ കുഞ്ഞിനെ നശിപ്പിച്ച സ്ത്രീയോട് ഞാൻ ക്ഷമിക്കണോ, അതും എൻ്റെ അമ്മയോടെന്നും പറഞ്ഞ് പ്രീതിയും അങ്ങ് കുറേ ചോദ്യങ്ങൾ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനൊന്നും ഒരു മറുപടിയും ഇല്ലാതെ വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവേട്ടന് ചായ കുടിക്കുമെന്നും പറഞ്ഞ് പ്രീതി ചായ എടുത്ത് നീട്ടുന്നുണ്ട്. അന്നേരവും വിഷ്ണു ചോദിക്കുകയാണ്, മോളെ നമ്മുടെ അമ്മ അത് ചെയ്തു എന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അന്നേരം ആ ചായ അവിടെ വെച്ചിട്ട് പ്രീതി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ പ്ലീസ് ഇറങ്ങി പോകാനായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൈയുയർത്തി കാണിച്ചിട്ട് വേണ്ട അങ്ങനെ പറയണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് 1-2 തവണ ആവർത്തിച്ച് സങ്കടത്തോടെ പറഞ്ഞ് അവിടെ നിന്നും ആകെ സങ്കടപ്പെട്ട് വിഷ്ണു ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ സന്തോഷിച്ച് ചിത്ര നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു അങ്ങനെ നിസ്സഹായനായിട്ട് ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ പ്രീതിക്കും ഒരു വിഷമം തോന്നുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു അങ്ങ് ഇറങ്ങുമ്പോൾ വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നുണ്ട് പ്രീതി. അന്നേരം എന്തോ പ്രതീക്ഷയോടെ വിഷ്ണു നോക്കുമ്പോൾ ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞ് മേലാൽ വിഷ്ണുവേട്ടൻ ഈ പടി കയറരുത് എന്ന് പറഞ്ഞ് വാതിലങ്ങ് വിഷ്ണുവിൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കുകയാണ് പ്രീതി. അന്നേരം ആകെ അങ്ങ് സങ്കടമാകുന്നുണ്ട് വിഷ്ണുവിന്. അത് വിഷ്ണു പുറത്ത് കാണിക്കുന്നില്ല, പക്ഷെ ആകെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് വിഷ്ണു അന്നേരം പ്രീതിയുടെ പ്രവൃത്തി കൂടിയാകുമ്പോൾ. എന്നാൽ അതേസമയം അകത്ത് കയറി കുറ്റിയിടുന്ന പ്രീതി അങ്ങ് വാതിൽ ചേർന്ന് നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് വിഷ്ണുവിനോട് അങ്ങനെ ചെയ്തതിലും പറഞ്ഞതിലും ഒക്കെ. ഈ സംഭവങ്ങളൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു തുളുമ്പുകയാണ്. അന്നേരം അത് കേൾക്കുന്ന ശാലിനിക്കും സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ല, നെഞ്ചങ്ങ് പൊട്ടി തകരുകയാണ് എന്ന് പറഞ്ഞ് പതിയെ കട്ടിലേക്ക് പിടിച്ച് വിഷ്ണു അങ്ങ് ഇരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. പ്രീതി എന്തോ കാന്തിക വലയത്തിലായിരിക്കാം, പക്ഷെ എന്തെങ്കിലും സമ്മർദ്ദവുമായിരിക്കാം. ചിലപ്പോൾ വസുമതി ആൻറ്റിയോ ചിത്രയോ ചിലപ്പോൾ അർജുനേട്ടൻ വരെ ആയിരിക്കാം അവളെ അവിടെ നിന്നും പുറത്തെത്തിച്ച് ഇവിടെ എത്തിച്ചാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതവൾക്ക് എന്നോട് പറഞ്ഞുകൂടെ, ഞാൻ എത്ര വട്ടം ചോദിച്ചതാണ്, പക്ഷെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു നിരാശപ്പെടുന്നുണ്ട്. അന്നേരം ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് വിഷ്ണുവിന് ഒത്തിരി ധൈര്യം കൊടുക്കുകയാണ് ശാലിനി. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊന്നി ആ സുസ്മിത കയറിക്കളഞ്ഞ ഇൻ്റർവ്യൂ ലെറ്ററുമൊക്കെ ആ പേപ്പർ കഷ്ണങ്ങളുമൊക്കെ ആയിട്ട് വരുന്നത്. ശാലിനി കുഞ്ഞ് ഒരു കാര്യമുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ നടന്ന സംഭവങ്ങളൊക്കെ സുസ്മിത ലെറ്റർ വാങ്ങിച്ചതും കീറിക്കളഞ്ഞതും ഒക്കെ പൊന്നി ശാലിനിയോട് പറയുന്നുണ്ട്. അവളത് കീറിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉറപ്പായിട്ടും കാണും ശാലിനി എന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് കട്ടിലേക്ക് ആ പേപ്പർ കഷ്ണങ്ങളൊക്കെ നിരത്തി ഒരുവിധം യോജിപ്പിച്ചെടുക്കുകയാണ് ശാലിനി. അന്നേരം അത് വായിച്ചെടുക്കുന്ന ശാലിനിക്ക് സങ്കടവും ദേഷ്യവും കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അന്നേരം എന്താന്ന് വിഷ്ണു തിരക്കുകയാണ്. അന്നേരം സിവിൽ സർവീസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ലെറ്ററാണ് എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, അതാണ് അവൾ കീറിക്കളഞ്ഞതെന്ന് പറഞ്ഞ് ശാലിനി ആകെ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. എല്ലാം കൂടി കേട്ട് ദേഷ്യം കൊള്ളുന്ന വിഷ്ണു അവൾ എവിടെയുണ്ട് ആ സുസ്മിത എന്ന് പൊന്നിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം താഴെയുണ്ടെന്ന് പറയുമ്പോൾ ആ പേപ്പറെല്ലാം കൂടി വീണ്ടും വിഷ്ണു ചുരുട്ടിയെടുത്ത് താൻ വന്നേ എന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് അതുമായിട്ട് ദേഷ്യത്തോടു കൂടി സുസ്മിതയുടെ അടുത്തേക്ക് വിഷ്ണു ചെല്ലുകയാണ്. ഇതേ സമയം താഴെ ഉമ്മറത്ത് ശാലിനി IAS അവളുടെ ആ സ്വപ്നവും എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ പൊട്ടിയെന്നും പറഞ്ഞ് ആകെ സന്തോഷിച്ച് ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സുസ്മിത നടക്കുന്ന ആ സമയത്താണ് വിഷ്ണു ദേഷ്യത്തോടു കൂടി സുസ്മിതയുടെ അടുത്തേക്ക് വരുന്നത്. തുടർന്ന് ആ പേപ്പർ കഷ്ണം ഉയർത്തി കാണിച്ചിട്ട് എടി സുസ്മിത എന്താ ഇത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അയ്യോ ഇതെങ്ങനെയെന്ന് സുസ്മിത ആദ്യം മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുട്ടൻ ഓരോ പേപ്പർ കഷ്ണവും പൊക്കി പിടിച്ച് കാണിച്ചാൽ എന്താണെന്ന് എങ്ങനെ അറിയാനെന്ന്. അന്നേരം നിന്നെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് വിഷ്ണു സുസ്മിതയെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. പക്ഷെ അത് തടുത്തിട്ട് ശാലിനി പറയുന്നുണ്ട്, വേണ്ട വിഷ്ണുട്ട, അവളെ തൊട്ടാൽ കൈ നാറുമെന്ന്. ശാലിനിക്ക് വന്ന ഇൻ്റർവ്യൂ ലെറ്റർ നീ ഒപ്പിട്ട് വാങ്ങിച്ചില്ലേടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്തിനാ ഒപ്പിട്ട് വാങ്ങിക്കുന്നത് എന്ന് ഒരു കൂസലുമില്ലാതെ സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പിറകിൽ നിന്ന് പൊന്നു പറയുകയാണ്. അന്നേരം ഞാനൂല്യം ശൗര്യമോ എന്ന് സുസ്മിത കരുതുന്നുണ്ട്. അന്നേരം എന്താടി ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ എന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം ഒപ്പിട്ട് വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അത് ഇൻ്റർവ്യൂ ലെറ്റർ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും പൊന്നു പറയുകയാണ്, കള്ളമാണ് സാറേ, അത് ഒപ്പിട്ട് വാങ്ങുന്നതും വായിക്കുന്നതും പിന്നെ അത് കീറിക്കളയുന്നതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന്. അന്നേരം ദേഷ്യത്തോടു കൂടി സുസ്മിത പൊന്നിയെ ഒന്ന് നോക്കുന്നുണ്ട്. അന്നേരം വീണ്ടും സുസ്മിത അങ്ങ് കള്ളം പറയുകയാണ്, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഇല്ലാത്ത കാര്യത്തിന് എന്നെ വിചാരണ ചെയ്യാൻ വന്നാൽ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് സുസ്മിത പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം സുസ്മിതയെ പിടിച്ചു നിർത്തിയിട്ട് നീ ഈ കാണിച്ച ചെറ്റത്തരത്തിന് നിന്നെ തല മൊട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്തിരുത്തി നാട് മൊത്തം ചുറ്റിക്കുകയാണ് വേണ്ടത് എന്ന് ദേഷ്യത്തോടു കൂടി വിഷ്ണു സുസ്മിതയോട് പറയുകയാണ്. പിന്നെ ഞാനത് ചെയ്യാത്തത് എൻ്റെ ഭാര്യ ശാലിനി IAS കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ കാലണയുടെ മൂല്യമില്ലാത്ത നീ അത് കാണണം, അത് കണ്ട് നിൻ്റെ തല കുനിയണം, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിന്നെ ഒന്നും ചെയ്യാത്തത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ശാലിനിയെ കളക്ടറാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ നീ ഒരു പീറ കടലാസ് കീറി കളഞ്ഞു എന്നും പറഞ്ഞു അത് നിനക്ക് തടയാനാകില്ല, കേട്ടോടി സുസ്മിത എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കവിളിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ ശാലിനിയുടെ വഴിക്കെങ്ങാനും വന്നാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ വിഷ്ണു പറയുകയാണ്. വീണ്ടും വിഷ്ണു അങ്ങ് സുസ്മിതയുടെ അടുത്തേക്ക് പോകുമ്പോൾ, വേണ്ട വിഷ്ണു ഏട്ടാ, ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവളോട് പറയുന്നതിനേക്കാളും വല്ല കഴുതയോടും പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒരുവിധം സമാധാനിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് അപമാനിതയായി അങ്ങ് നാണം കെട്ട് നിൽക്കുകയാണ് സുസ്മിത.
തുടർന്ന് വിഷ്ണുവിനെ ഒരുവിധം ശാലിനി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അന്നേരം പൊന്നിയോട് ദേഷ്യപ്പെടുകയാണ് സുസ്മിത. ഞാനിവിടെ പലതും ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ ലെറ്റർ കീറിക്കളയും, ചിലപ്പോൾ അത് കത്തിക്കും, ഈ വീടടക്കം ഞാൻ കത്തിക്കും, എന്നോടൊരു പട്ടിയും ചോദിക്കാൻ വരില്ല, എൻ്റെയും നിൻ്റെയും സ്ഥാനം എന്താണെന്ന് അറിയാമോ, അതറിഞ്ഞ് നീ കളിക്കണം എന്നൊക്കെ പൊന്നിയോട് ദേഷ്യത്തോടു കൂടി സുസ്മിത പറയുന്നുണ്ട്. അന്നേരം പൊന്നി തിരിച്ചും പറയുകയാണ്, എന്നെ കുഞ്ഞ് ഒരു ചുക്കും ചെയ്യാൻ പോണില്ല, പിന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും സ്ഥാനം എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ, ഞാനിവിടെ ജോലി ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, പക്ഷേ കുഞ്ഞിവിടെ വെറുതെ ഇരുന്ന് ഉണ്ണുന്നു, പിന്നെ ഇവിടെ ചെയ്യുന്ന എനിക്ക് ഇവിടെ നിന്ന് പോയാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടും, പക്ഷേ കുഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ ഇവിടെ ചെയ്യുന്ന ജോലി വേറെ വീടുകളിൽ പോയി ചെയ്താലേ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്, അത് ഓർമ്മിച്ചോന്ന് പൊന്നി പറയുകയാണ്. അന്നേരം നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോന്നും പറഞ്ഞ് പൊന്നിയെ അടിക്കാനായിട്ട് സുസ്മിത കൈയോഗുന്നുണ്ട്. അത് തടുക്കുകയാണ് പൊന്നി കൈകൊണ്ട് തന്നെ. ഒന്ന് അടങ്ങി നിൽക്കി കുഞ്ഞ് എന്ന് പൊന്നി പറയുകയാണ്. ഞാനിത് വിഷ്ണു സാറിനോട് പറഞ്ഞു കൊടുത്താലുള്ള ശിക്ഷ എന്താണെന്ന് കുഞ്ഞിനറിയാമോ? ഒന്നാമത് ആ ലെറ്റർ കീറിക്കളഞ്ഞ ദേഷ്യത്തിലിരിക്കുകയാണ്, പിന്നെ ഇതും കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ ആ തരിപ്പ് തീർക്കുന്നത് കുഞ്ഞിൻ്റെ ഈ കവിളത്തായിരിക്കും. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ചൊറിച്ചിലിൻ്റെ പേര് അസൂയ എന്നാണ്. മനുഷ്യനായാൽ ഇച്ചിരിയെങ്കിലും നാണം വേണം എന്ന് പറഞ്ഞ് പൊന്നിയങ്ങ് ആകെ ആക്ഷേപിക്കുന്നുണ്ട് സുസ്മിതയെ. അതൊക്കെ കൂടിയാകുമ്പോൾ സുസ്മിതയ്ക്ക് ആകെ നാണക്കേടും ദേഷ്യവും ഒക്കെ വരികയാണ്. തുടർന്ന് പൊന്നിയങ്ങ് അകത്തേക്ക് കയറിപ്പോയ ശേഷം ശാലിനിയ കീറിയ പേപ്പർ കഷ്ണവുമായിട്ട് ദേഷ്യത്തോടു കൂടി സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം പേപ്പർ കഷ്ണം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി രൂക്ഷമായിട്ട് സുസ്മിതയെ നോക്കുകയാണ്. ശാലിനിയുടെ ആ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ സുസ്മിത നന്നായിട്ട് പേടിച്ചങ്ങ് വിയർത്ത് നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.